എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഭയങ്കര ക്യൂട്ട്, ഷെരീഫുദ്ദീൻ അങ്ങനെ അത് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. എന്റെ പേരൊക്കെ എടുത്തൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. കാണുമ്പോ വേണു നാഗവള്ളിയാണെങ്കിലും ഉള്ളിൽ ഞാനൊരു മൈക്കിൾ ജാക്സൺ ആണ് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി പ്രൊമോ സോങ്ങിൽ അന്നേരം ഷറഫ് ഖാൻ ഇട്ട ഡയലോഗ്. റൈറ്റർ അന്ന ചോദിച്ചത് നന്നായി, അല്ലെങ്കിൽ റൈറ്റർ അതിന്റെ ക്രെഡിറ്റ് എടുത്തേ. ചേട്ടൻ ഇന്റർവ്യൂ ഇരിക്കുന്നതിന് എനിക്ക് ഇടക്കിടക്ക് ഓരോ ഡോസ് തരാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് സ്നേഹം വന്നോടെങ്കിലും. അപ്പൊ അന്ന് പ്ലാൻ ചെയ്യുമ്പോ ഞാൻ അങ്ങനെ എനിക്ക് ഹീറോയിൻസ് ആയിട്ട് അങ്ങനെ ആരെങ്കിലും വരൂ എന്നൊക്കെ ഒരു സംശയം നമുക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ തന്നെ വിളിക്കാം, അതാവുമ്പോ എങ്ങനെയെങ്കിലും പറയാലോ മക്കളെ വാ വന്നവരേക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമല്ലോ. അനുഭവം അവിടെ ഒരു 100-125 കോടി പടം അടിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു നോക്കി എടുക്കുന്നുണ്ടോന്ന് അറിയാലോ. പ്രൊഡ്യൂസറിനുള്ള പൈസ വാരി എറിഞ്ഞ പടത്തിൽ എല്ലാത്തിനും കളർ ഉണ്ടല്ലേ, ഇഷ്ടമാണ് പരിപാടി. പിന്നെ അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഭയങ്കര ഡയറക്ടറുടെ ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ അഭിപ്രായം പറയുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരുപാട് ഓടുന്ന സിനിമകൾ നല്ല സിനിമകളാണോ നിർബന്ധം? ഇപ്പൊ ഞാൻ മിണ്ടാതെ പോകുന്ന ഒരു മൂഡിലൊക്കെയാന്ന് വെച്ചോ, അങ്ങനെ വിടില്ല തന്നെ. ഷെഫ്ക്ക് ലേസ് കെട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു, അവരിങ്ങനെ ഇത് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ അതിന് കൗണ്ടർ അടിച്ച് അങ്ങനെ പോകുന്നതാണ്. ഡെഫിനറ്റ്ലി കാണുന്ന ആളുകൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഫണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ സ്റ്റാർ. ഹായ്, പെറ്റ് ഡിറ്റക്റ്റീവ് എന്നിട്ടുള്ള മൂവിയുടെ മുഴുവൻ ടീമും നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. റൈറ്ററായിട്ടുള്ള ജയവിഷ്ണു ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, ഡയറക്ടറായിട്ടുള്ള പ്രണീഷ് ഉണ്ട്. സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഈ സിനിമേനെ പറ്റിയിട്ടുള്ള പല വിവരങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കുറച്ച് പ്രൊമോ സോങ്സ് വന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് നല്ല രസമുള്ള ഒരു ഡയലോഗായിട്ട് തോന്നിയത്, കാണുമ്പോൾ വേണു നാഗവള്ളിയാണെങ്കിലും ഉള്ളിൽ ഞാനൊരു മൈക്കിൾ ജാക്സൺ ആണ് എന്നുള്ളതാണ്. ഒറ്റ മൊമെൻറ്റിൽ ഭയങ്കരമായിട്ടൊരു രസമായിട്ടൊരു ചിരി വന്നു. പിന്നെ നമുക്ക് ഇവരുടെ രണ്ടുപേരും ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളതാണല്ലോ. അപ്പോൾ റൈറ്ററിനും പറയാം, പറഞ്ഞ ആക്ടറിനും പറയാം. ഈ ഡയലോഗ് ഫസ്റ്റ് കേട്ട സമയത്ത്, നമ്മൾ സ്ക്രിപ്റ്റിൽ അത് കേട്ട സമയത്ത് ഷറഫുദ്ദീൻ കുറെ ഇവർ രണ്ടുപേരും കുറെ ഫോളോ ചെയ്യുന്നുണ്ടാവല്ലോ, എന്തൊക്കെയാ മൈൻഡിക്ക് വന്നേ? ഇത് ആക്ച്വലി പ്രൊമോ സോങ്ങിൽ അന്നേരം ഷറഫ് ഖാൻ ഇട്ട ഡയലോഗ്. പ്രൊമോ സോങ് സെപ്പറേറ്റ് ഷൂട്ട് ചെയ്താണല്ലോ. അപ്പൊ ആ സമയത്ത് ഡബില് ഷൂട്ട് ചെയ്ത ആ സമയത്ത് ഇട്ട അത് ഇപ്പൊ ഷൂട്ടെല്ലാം സിനിമയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊമോ ചെയ്ത സമയത്ത് സിനിമയിലുള്ള സീൻ അല്ലത്, പ്രൊമോ സോങ്ങിന് വേണ്ടി ചെയ്തൊരു സീനാണ്. ഇത് ഷറഫുദ്ദീൻ തന്നെ പറഞ്ഞ ഡയലോഗ്. എന്തായിരുന്നു ആ ചെയ്ത വികാരം? അത് പറയാൻ അതെന്താണ്, അത് ഐക്കോണിക് ആളെന്ന് പറഞ്ഞു വേണു സാറാണ്. ഐക്കോണിക് ആണ്, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഓർമ്മിക്കുമ്പോ എളുപ്പമാണ്. അതല്ല, അത് ഇപ്പൊ വേണുനാഗവള്ളി സാർ എന്ന് പറയുമ്പോ നമുക്ക് തോന്നുന്നൊരു ഒരു വിഷാദം, അതല്ലാതെ ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളുടെ സട്ടിൽ അങ്ങനെയുള്ള ഒരു ആളാണല്ലോ. നേരെ ഓപ്പോസിറ്റ് ആണല്ലോ മൈക്കിൾ ജാക്സൺ അല്ലേ. അപ്പൊ ആ ഒരു അതിന്റെ ഒരു കോൺട്രാസ്റ്റിന് നിലനിർത്തി അങ്ങനെ പറഞ്ഞാണ് ഉള്ളിൽ പുറമേന്ന് വേണുനാഗവള്ളി. ഞാൻ പക്ഷെ അത് പെട്ടെന്ന് കണ്ട സമയത്ത് ഭയങ്കര തോട്ട് ഔട്ട് ചെയ്തിട്ട് റൈറ്റർ എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് എഴുതിയത്. അങ്ങനെ ഈ രണ്ടുപേരും ഭയങ്കര പിന്നെ ഒരു കോമ്പിനേഷൻ. ഷോർട്ട് പോലും അന്ന ചോദിച്ചത് നന്നായി, അല്ലെങ്കിൽ റൈറ്റർ അതിന്റെ ക്രെഡിറ്റ് എടുത്തേ. വിനയ് ഇന്റർവ്യൂ ഇരിക്കുന്നതിന് എനിക്ക് ഇടക്കിടക്ക് ഓരോ ഡോസ് തരാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് സ്നേഹം വന്നോടെങ്കിലും. ഈ കറുപ്പും വെള്ളയൊക്കെ മാച്ച് ചെയ്തിട്ട് മനപ്പുറത്താണല്ലേ. പക്ഷെ എത്ര ദേഷ്യം ഞങ്ങളെ മനപ്പുറത്ത് ഇവിടെ വന്നപ്പോ രാവിലെ ചേട്ടാ അനിയാന്നുള്ള സീനായി പോയി. അത് പുറം ലോകം അറിയാതെ. പിന്നെ ഇപ്പൊ ഈ പടത്തിന്റെ ആണെങ്കിലും ഇപ്പൊ സംശയത്തിന്റെ പ്രൊമോ സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു മറ്റേ തല്ലുപൊടിന്റെ സാധനം വന്നു. ഇപ്പൊ ഇതിന്റെ സമയത്താണെങ്കിലും ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി, അത് വിനയ് ഫോർട്ട് എന്ന് പറഞ്ഞ സാധനം വന്നു. അപ്പം ഇങ്ങനെ രണ്ട് ആക്ടേഴ്സ് ചെയ്യണമെങ്കിൽ ഇപ്പൊ സിനിമയുടെ സ്പേസിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പല ഇക്വേഷൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഐ മീൻ അത്രയും രീതിക്ക് കോമഡി ആയിട്ടും അല്ലെങ്കിൽ ഇതിന് പല രീതിയിലുള്ള കമന്റുകളൊക്കെ വരാം. അപ്പൊ നിങ്ങൾ രണ്ട് ആക്ടേഴ്സ് അങ്ങനെ ചെയ്യണമെങ്കിൽ സിനിമയ്ക്ക് പുറത്തും എന്തോ ഒരു രസമുള്ള സൗഹൃദം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ രീതിക്ക് അങ്ങനെ ആഘോഷമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് സുഹൃത്തുക്കളാണ് സിനിമയിലേന്നൊന്നും എവിടെയും കണ്ടിട്ടുമില്ല. പക്ഷെ ഞാൻ ഇതിന്റെ രണ്ടിന്റെയും പ്രമോ വന്ന സമയത്താണ്. പക്ഷെ പ്രേമം തൊട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗുകൾ വന്നത്, ജാവ വന്നതും റാസലൽ ഗെയിം വന്നതൊക്കെ ആ സിനിമയിലാണ്. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഭയങ്കര കൂട്ടാണോ? ക്രിയേറ്റീവ് ഫീൽഡിൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒരാളെ ഷറഫ്. ഞങ്ങള് പ്രേമം കഴിഞ്ഞിട്ട് ജോർജ് ഏട്ടൻ സ്പൂരം എന്ന് പറയുന്ന സിനിമയും റോൾ മോഡൽസും രണ്ട് സിനിമ അടുപ്പിച്ചായിരുന്നു.
മൊത്തത്തിലൊരു 150 ദിവസം ഞങ്ങളുടെ രണ്ടുപേരെ സിനിമ അതന്നെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുറെ സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയം അത് കഴിഞ്ഞ് ഡിറ്റക്റ്റീവ്. അപ്പോ സംശയം ആ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കും ഇയാൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിലൊരു ഹ്യൂമറോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ആ വീഡിയോ അങ്ങനെ അങ്ങ് ചെയ്തിട്ട് അതിന്റെ കൂടെ പോസ്റ്റർ ലോഞ്ച് ചെയ്യാന്നുള്ളത് പെട്ടെന്നൊരു തോന്നിയൊരു തോന്നലാണ്. ആ പോസ്റ്റർ ലോഞ്ച് ചെയ്യണമല്ലോ, അതിനുവേണ്ടി നമുക്കൊരു സാധനം ഉണ്ടാക്കണമല്ലോ എന്നുള്ളതല്ലായിരുന്നു തോന്നിയത്. വീഡിയോ ചെയ്തിട്ടാണ് പിന്നെ രജത് മേനോനെ അപ്പൊ തന്നെ പോസ്റ്റർ റെഡിയാണ്. അപ്പൊ ഒരു വീഡിയോ ഐഡിയ തോന്നി, പെട്ടെന്നത് എടുത്തിട്ട് ലാസ്റ്റ് ഞാൻ വിനയ് ഫോർട്ട് എന്നുള്ള സാധനത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനയ് ഫോർട്ടിന്റെ ലുക്ക് ഔട്ട് ചെയ്യാലോ ഇതിൽ നിന്നുള്ള. അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു പോസ്റ്റർ ലോഞ്ചിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. 100 പേരൊക്കെ കണ്ടാൽ ആയി അവസ്ഥയാണ്. ഇതാവുമ്പോ ഇത്ര അധികം ആളുകളിലേക്ക് ഇങ്ങനെ പോസ്റ്റർ എത്തുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയുടെ പേരെത്തുക ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇത് കുറച്ച് വലിയ സ്കെയിലൊക്കെ ഷൂട്ട് ചെയ്ത് സാർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ട്രെയിലർ കാണിക്കാനുള്ള ഒരു പ്രൗഡ് പ്രൊഡ്യൂസർ അപ്പൊ ആ ഒരു ക്വാളിറ്റി സിനിമയിലുണ്ടെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സിനിമയുടെ പേര് ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു വീഡിയോ തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതുണ്ടായിരുന്നു. ഇപ്പം ഡയറക്ടറുടെയും ആദ്യത്തെ മൂവിയാണ്. ഇപ്പൊ പ്രൊഡ്യൂസർ നേരത്തെ ചവിട്ടില് ഭാഗമായിട്ടുണ്ട്. അപ്പം അത് വേറൊരു ഓണറിലും അങ്ങനത്തെ സ്പേസിൽ നിൽക്കുന്ന പക്ഷെ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു മൂവിയാണ്. അപ്പോ ഡയറക്ടർ ഇങ്ങനത്തെ ഒരു സ്റ്റോറി നിങ്ങളുടെ ഒരു ഫസ്റ്റ് കൊളാബറേഷൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈക്ക് നടൻ എന്നുള്ള രീതിയിലാണോ ആദ്യം ഷർഫുദ്ദീൻ അപ്രോച്ച് ചെയ്യുന്നത്, അതോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണ് നേരെ? ആലുവപ്പുഴയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നത് എന്ന് വെച്ചാൽ ഇവര് മണപ്പുറത്ത് ഇരുന്ന ഒരു ഗ്യാങ് ആണ്. ഞങ്ങള് അലുവ പാലസിന്റെ ഇപ്പുറത്ത് ഇരുന്ന ഗ്യാങ് ആണ്. ഞങ്ങളുടെ ഇടയിൽ ഇടയ്ക്ക് സിജു മാത്രം പുഴ ക്രോസ് ചെയ്ത് അവിടെ പോയി ചെറിയ ആൽബത്തിലൊക്കെ ഷോർട്ട് ഫിലിമും ആൽബം ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ഇടയ്ക്ക് അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് വൈകുന്നേരം കണ്ട് സംസാരിച്ച് ഷർഫ് വീട്ടിൽ കൊണ്ട് വിടും. അതെ, അങ്ങനത്തെ ഒരു സൗഹൃദം ഉണ്ട്. അപ്പം ഒരു സമയത്ത് ഞങ്ങളൊരു സിനിമയിലേക്ക് എത്തുകയും ആ സിനിമ കുറച്ചാൾ ചർച്ച ചെയ്യും, പിന്നെ അത് നടക്കാതായിട്ട് പിന്നെ ഒരു ദിവസം ഇതിലേക്ക് എത്തുകയും ചെയ്യണം. ഞങ്ങൾ ഇങ്ങനെ സിനിമ ആക്റ്റീവായിട്ട് എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഡിസ്കഷൻ ഉണ്ട്. ഇപ്പോൾ വൽതാഫ് ആണെങ്കിലോ ഷിനോസ് ആണെങ്കിലോ അൽഫോൺസ് ആണെങ്കിലോ പ്രനീഷ് ആണെങ്കിലോ എല്ലാവരുമായിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് നമ്മളുടെ ചർച്ചകളിൽ ഇപ്പോൾ എന്താ പറയാ, ശരിക്കും ആ പ്രനീഷ് ചിലപ്പോൾ സിജുവിനെ വെച്ചായിരുന്നായിരിക്കും ഐഡിയൽ ഒരു സിനിമ ഹീറോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? സിജു ആയിട്ടായിരുന്നു പ്രനീഷ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു സിജിനി മറ്റേ പറയുന്നത് നീ എന്റെ ഡയറക്ടർ തട്ടിക്കൊണ്ട് അല്ല, നമ്മളൊക്കെ ശരിക്കും ഒരേ ബാച്ച് ആയിരുന്നു. ഒരു സ്കൂൾ ടൈം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരുന്നു. ഇപ്പൊ ഒരാളുടെ കൂടെ അടുത്ത ആള് പഠിച്ചിട്ടുണ്ട്, അടുത്ത ആളുടെ കൂടെ ഇയാൾ പഠിച്ചിട്ടുണ്ട്. ക്യാമറ ചെയ്യുന്നത് മുകേഷ് നമ്മുടെ കോമൺ ഫ്രണ്ട് ആണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്തു. ആ പ്രൊജക്ട് അതിങ്ങനെ ലാഗ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു തോട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മൾ ഇതിന്മേൽ ചർച്ചയായി, ഡിസ്കഷനായി, ഇതിന്റെ ഒരു ഡിസൈനായി. ആക്ച്വലി ഇതൊരു വലിയൊരു പ്രൊജക്റ്റിലേക്ക് മാറി. പിന്നെ നല്ല ടെക്നീഷ്യൻസും ക്രൂസും വന്നു. ആനന്ദ് സി ചന്ദ്രൻ വന്നു, അഭിനവ് സുന്ദർ നായക് വന്നു. എനിക്ക് മുകുന്ദനുണ്ണി കഴിഞ്ഞിട്ട് അഭിനവ് ചെയ്യുന്ന ഒരു അഭിനവ് എഡിറ്റ് ചെയ്ത് സിനിമ ഡയറക്ടർ ആയതിനു ശേഷം അഭിനവ് എഡിറ്റ് ചെയ്തു. മറ്റേ ചെയ്യണ്ടായിരുന്നു, പക്ഷെ ടൈം ഇപ്പൊ നമ്മുടെ ഈ പടം മാത്രമേ ഉള്ളൂ അഭിനവ് എഡിറ്റ് ചെയ്തേക്കുന്നത്. രാജേഷ് വന്നു, രാജേഷ് മുരുകേശൻ വന്നു, വിഷ്ണു ഗോവിന്ദാണ് മാസ്റ്റർ, മഹേഷ് മാത്യു കാന്താരയുടെ മാസ്റ്ററാണ് നമ്മുടെ ഫൈറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ് ബാക്കി എല്ലാവരും ടൂണി, പ്രേമത്തിന്റെ ലോഗോ ചെയ്ത ടൂണിയാണ് ഇതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് ചെയ്തത്. ഗ്രാൻഡ് ടീമാണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ നല്ല ഗ്രാൻഡ് ടീം. ഇപ്പൊ നമ്മൾ അണിയർ പ്രവർത്തകരെയും അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ടൈമാണല്ലോ, ആരുടെ വർക്കാണ്. ഇപ്പൊ ഈ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഇപ്പൊ ദാസനും വിജയനും CBI ആ മോഡലിൽ വന്ന സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ അടുത്താണെങ്കിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ കുറെ സീരിയസ് ആണെങ്കിലും കുറച്ചൊരു കോമഡി സംഭവം വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള കോമഡി വരുന്ന സിനിമകളിൽ പെറ്റ് ഡിറ്റക്റ്റീവ്സിനെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും? അതിലത്തെ ഒരു മൃഗങ്ങൾ തന്നെയാണോ, മൃഗങ്ങൾ എന്നുള്ളൊരു ഫാക്ടർ ആണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ പെറ്റ് ഡിറ്റക്റ്റീവിനെ ഒരു നമ്മൾ കണ്ടിട്ടുള്ള മൃഗങ്ങൾ എന്നൊരു ഫാക്ടർ ഓൾറെഡി ഉണ്ട് അതില്. ചെറുതായി നമുക്കൊരു ഷിറ്റ്സുവിന്റെ ഡോഗിനെ പറ്റിയുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരു 3-4 ലെയർ ഉണ്ട് ഈ പടത്തില്. അപ്പൊ ആ ലെയർ എല്ലാം ഫൺ ഫിൽഡ് ആണ്. അത് മനുഷ്യന്മാരുടെ തന്നെ കഥയാണ്, മനുഷ്യന്മാരുടെ കഥയാണ്. പെറ്റ്സ് ഉണ്ട് അതിന്റെ അകത്ത്,
പിന്നെ പിന്നെ ആ എന്ന് പറഞ്ഞാൽ പെഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ പുതിയതാണ് ഈ ഇങ്ങനെ അത് മലയാള സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു പെറ്റുകളെ detective അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്ന കാണാതാവുന്ന ഒരാളെ- പെറ്റുകളെ അന്വേഷിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് വന്നിട്ടില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിൽ ഇപ്പൊ ഷർഫുഖ നേരത്തെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇവരുടെ ഒരു സുഹൃത്തിന്റെ പട്ടി മിസ്സായതിൽ നിന്നും മിസ്സാകുന്ന ഇങ്ങനത്തെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പട്ടി അവരെല്ലാം കോമൺ സുഹൃത്തിന്റെ അത് മിസ്സായതിൽ നിന്നും അതിന്റെ ഒരു സ്റ്റോറിയിലെ ഐ മീൻ അതിന്റെ ഒരു സാധനം പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ ഇന്ന് ഷർഫുഖ ആദ്യം ഒരു തോട്ട് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യും. അവരുടെ ഒരു ഡിസ്കഷൻ സ്റ്റേജ് വളർന്നു, ഒരു ഘട്ടത്തിൽ ഞാനും കയറുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. എന്നെ സംബന്ധിച്ചോളം പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കും കേട്ടിട്ടില്ല. ഇപ്പം ഇതിന് ശേഷം കുറെ കാലം ഇതിനകത്തിരിക്കുമ്പോഴാണ് അപ്പൊ ഒത്തിരി ആളുകൾ ഇത് അറിയുമ്പോൾ ചോദിക്കുമല്ലോ ഇത് എന്താണ് പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാവുന്നത്. ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റി ആളുകളിലുണ്ട്. ഒത്തിരി ഡിറ്റക്റ്റീവ് ഉണ്ട്. നമുക്ക് ഒരുപാട് പറഞ്ഞ പോലെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഡിറ്റക്റ്റീവുകളുണ്ട്. നമ്മളുടെ ഒരു ചെറിയ പെറ്റുകളും കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നത്, കുട്ടികൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ അങ്ങനത്തെ സിനിമയാണ് അത്. ഫാമിലി നമ്മൾക്ക് പരിചയമുള്ള, നമ്മള് കുറെ കാലം മുമ്പൊക്കെ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമ പറയുന്നില്ല, എന്നാൽ പോലും നമുക്ക് അറിയാവുന്ന സിനിമകളുടെയൊക്കെ അതേ തമാശകളും കാര്യങ്ങളൊക്കെ ഉള്ള അതുപോലത്തെ എന്നാൽ അഡ്വഞ്ചർ കോമഡി എന്നൊക്കെ പറയാവുന്ന ഒരു ജോണർ. ഇപ്പം ഇതിനകത്തുള്ള പ്രൊമോ സോങ്ങിൽ സാരിയോ കൊടുത്തിട്ട് വന്നു ഈ രജത് മേനോന്റെ. ഇപ്പോൾ അതിനൊക്കെ മുമ്പാണെങ്കിൽ പെരുമാനിയിൽ ഭയങ്കര ആ ഒരു ലുക്ക് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓടുംകുതിരയില് ആണ് വിനയ് ഫോർട്ടിനെ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ നിങ്ങൾ ഒരുമിച്ച്. അപ്പൊ അതിനകത്താണ് മറ്റേ പല്ലൊക്കെ വെച്ചുള്ള ഡിഫറൻസ് വരുന്നത്. ഈ നമ്മളൊരു കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ഗെറ്റപ്പ് ചേഞ്ച് വരുത്തുക എന്നുള്ളത് ചില സമയത്തൊക്കെ നടന്മാരെന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഡിഫറെൻ്റ് ആയി പ്രസന്റ് ചെയ്യാൻ പറ്റും, എനിക്ക് സ്വന്തമായിട്ട് ആ കഥാപാത്രത്തെ ആ രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ വിനയ് ഫോർട്ട് അങ്ങോട്ട് ഒരു സജഷൻ വെക്കലുണ്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ്? ഇല്ല, ഈ ഡയറക്ടേഴ്സ് തന്നെ ചെയ്യുന്നതാണ്. അതെ, വിനയ് എനിക്ക് തോന്നുന്നു വിനയ് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഭയങ്കര ഡയറക്ടർ ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ അഭിപ്രായം പറയുന്ന ഒരാളായത് കൊടുത്താണ് മജുന് പെർഫെക്റ്റ്. എന്നെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിരുന്നു, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പഠിക്കും, പിന്നെ ഒറിജിനൽ മീശ ഇത്ര വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ആ സീനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ രാജേഷിനും ആ ക്യാരക്ടറിന്റെ, പിന്നെ ആ ക്യാരക്ടറിന്റെ സ്കിൻ ടെക്സ്ചർ അതായിരിക്കണം ആ സിനിമയുടെ ലോജിക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഇയാളെ കുറച്ചും കൂടി കോമൺ മാനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കാണുന്ന പോലത്തെ പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഈ പറയുന്ന പോലെ അയാളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ പല്ല് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ആക്സിന്റെ പുൾ ഓഫ് ചെയ്യുമ്പോ വേറൊരു തരത്തില് സൗണ്ട് ചെയ്യും. നമ്മൾ ആ പല്ല് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. ഇത് നമ്മള് ഇതില് ആന്റി ആയിട്ട് വരുന്നത്, സെക്സി ആന്റി ആയിട്ട് വരുന്നത് ഇവരുടെ ഡിസിഷൻ ആയിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞപ്പോ അതോടെ ഉണ്ടായുള്ളൂ. പോസ്റ്ററുകൾ നോക്കിയാൽ കാണാം പല വേഷത്തിലും പല ഗെറ്റപ്പിലാണ്. ഇതിനകത്ത് എല്ലാവർക്കും അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഒരു എന്താ പറയാ കളർഫുൾ ആണ്. പ്രൊഡ്യൂസറുള്ള പൈസ വാരി എറിഞ്ഞ പടത്തിൽ എല്ലാത്തിനും കളർ കണ്ടില്ലേ, ഫ്രെയിംസിലൊക്കെ കണ്ടില്ലേ, റിച്ച് ആണ് പരിപാടി. അപ്പൊ അത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഈ സാധാരണ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ നേരത്തെ ജയവിഷ്ണു പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു, അതായത് ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ ഡിറ്റക്റ്റീവ് കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ചെറിയതെന്ന് പറയുന്ന ഒരു സോണിലേക്ക് പുള്ളി പറഞ്ഞിരുന്നു, ഇയാളെ പ്രൊഡ്യൂസർ, ഇയാളെ ലീഡ് ആക്ടർ. ജയവിഷ്ണു പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് സാധാരണ ആക്ടേഴ്സ് ചെയ്യുന്ന പടങ്ങളിൽ ഇത്തരം സ്കെയിലിലേക്ക് പോകാറില്ല പലപ്പോഴും. ഒരു സിനിമ പ്രത്യേകിച്ച് ഇന്നിപ്പോ നമ്മൾ തിയേറ്ററിക്കൽ വാച്ച് എന്ന് പറയുന്ന പോലെ ആളുകൾ സിനിമനെ കണ്ടു തുടങ്ങി. നമ്മൾ ഈ പറയുന്ന ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഇമോഷണൽ സിനിമകളൊക്കെ ആയിട്ട് വരുമ്പോ ആളുകൾ എടുക്കുന്നില്ല തിയേറ്ററിൽ. അപ്പൊ തിയേറ്ററിന് ഇപ്പൊ ഒരു ആളുകളോ ഇത് OTT കാണാന്ന് പറഞ്ഞ് ഒതുക്കുന്ന സിനിമകൾ, അതിപ്പോ നല്ല സിനിമകളാണ് ആണെങ്കിൽ കൂടി ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരാ സ്കെയില് പിടിച്ചിട്ടുണ്ട്. വിഷ്വലി മറ്റേ പറയുന്ന നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ ഇതിന്റെ ഓരോ പാട്ടിലും ഇതിന്റെ ട്രailerലൊക്കെ നമുക്ക് കാണാം സ്പെൻഡ് ചെയ്ത്. അപ്പൊ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു തിയേറ്ററിക്കൽ വാച്ച് എന്ന് പറയുന്ന ഒരു സാധനം കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞങ്ങള് ക്ലൈമാക്സ് 6 ദിവസം 7 ദിവസം പ്ലാൻ ചെയ്താണ്. മറ്റേ വണ്ടർലേലായിരുന്നു 10-16 ദിവസം ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പണി കിട്ടിയാണ്. അവര് ഭയങ്കര ആൻസറബിൾ ആയാണ് ഇയാള്. പക്ഷെ ഇയാളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നേഷനൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല സിനിമകളും നമ്മളിപ്പോ മറ്റേ പെരുമാനി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്ക്രിപ്റ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ്. നമ്മൾ വേറൊരു പരിപാടി പിടിക്കാൻ പോയി കഴിഞ്ഞാലും മജു പറയും
നമുക്ക് നോക്കാം, നമുക്ക് ആദ്യം സീൻ ഷൂട്ട് ചെയ്ത് കഴിയാം, എന്നിട്ട് അതിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ നമ്മളെ കൊണ്ട് അതിലേക്ക് പോയില്ല നമ്മള് പലപ്പോഴും. പക്ഷെ ഈ പ്രണീഷും ഷറഫും മറ്റേ ജയവിഷ്ണു ഒക്കെ ചെയ്യുന്ന പരിപാടി നമ്മുടെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആക്ടേഴ്സ് വന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ഈ സീൻ എങ്ങനെ എൻറിച്ച് ചെയ്യാന്ന് പറയുന്ന ഒരു ആലോചന. എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇയാൾ ആ ടൈമിന്റെ സാധനം പൊളിക്കും, അപ്പൊ ഞാൻ പറയാം ഞാൻ ഇങ്ങനെ പറയാം, അപ്പൊ ജയവിഷ്ണു പറയും ഇങ്ങനെ പറഞ്ഞാൽ നന്നാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സ്പോട്ടിൽ ഭയങ്കര ഇംപ്രവൈസേഷൻ ബേസ്ഡ് ആയിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്സ്. അതും ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറെ നാൾ കൂടിയിട്ടാണ് അങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആസ് ആൻ ആക്ടേഴ്സ് മോർ ദാൻ ആക്ടർ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആയത് എനിക്ക് തോന്നുന്നു ഇയാൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഷറഫ് ചെയ്യുമ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല ശരിക്കും ഇത് ഒരു സീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേക്കാളും കൂടുതൽ അത് വിഷ്വലി നിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടീം മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. സിനിമയില് അത്രയും വർക്ക് ചെയ്തിട്ട് ഉള്ള ഒരാള് പ്രൊഡ്യൂസറായിട്ട് വരുന്ന സമയത്തും ഐ മീൻ ആസ് ആൻ ആക്ടർ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും തോന്നുന്നു എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്, എത്ര സമയം എടുക്കും, എന്താ ഭംഗിയിൽ വരാൻ ഇത്രയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സാധനം ഉണ്ടാവും തോന്നുന്നു. ശ്രമം എപ്പോഴും നമ്മള് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ കേൾക്കുന്നത് ബഡ്ജറ്റിന്റെയാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് പക്ഷെ സൂക്ഷിച്ച് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ എന്റെ സിനിമ ഇപ്പൊ ഒരു ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, അതില് പല കാരണങ്ങളുണ്ട്. മഴ കാരണം കൊണ്ട് ഇപ്പൊ ഈ 7 ദിവസം പ്ലാൻ ചെയ്ത് 16 ദിവസം ആവുന്നുണ്ടെങ്കിൽ മഴ കാരണമുണ്ട്, ഡേറ്റ് ഇഷ്യൂസ് ഉണ്ട്, പെറ്റിന്റെ മൂഡ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്താണ് അങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് നമുക്കതിങ്ങനെ അതെന്ത് പരിപാടിയാന്ന് പറയുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടേ അല്ല. അപ്പൊ ഞാൻ ഇതിൽ ഈ സിനിമ ഭയങ്കര ചെറിയ രീതിയിലും ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കഥ അങ്ങനെ നമുക്ക് വേറെ സ്പേസിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ആനന്ദും ഒക്കെ വന്നിട്ട് ഞാൻ ആനന്ദിന്റെ അടുത്തും ഞാനും പ്രതീക്ഷയൊക്കെ പറയുന്നത് തന്നെ നമുക്കിതിനെ ഒരു പുതിയ സിനിമയായിട്ട് കാണണം. ഇതിന്റെ പരിപാടിയൊന്നും ഒരു പുതുപുത്തൻ ആശയങ്ങളുമായിട്ടൊന്നും അല്ല നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു ജോണറിൽ തന്നെയാണ് നമ്മൾ പരിപാടി ട്രൈ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇത് കാഴ്ചയിൽ ഭംഗിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ഡിനോ ആണ്. ഡിനോ നമ്മുടെ ഈ മെയ്ഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറഞ്ഞ അത്തരത്തിലുള്ള സീരീസിന്റെ ഒക്കെ ആർട്ട് ഡയറക്ടറാണ്. പുള്ളിയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പൊ പുള്ളിയാണ് ഇതിനെ മൊത്തത്തിൽ ഇതിന്റെ ഒരു സെറ്റപ്പ് ഡിസൈൻ ചെയ്തത്. പടം ഷൂട്ട് തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് പുള്ളി ഇവിടെ വന്ന് താമസിച്ച് എല്ലാ ലൊക്കേഷനുകളും പോയി പുള്ളി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ഈ ക്യാൻവാസ് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മളൊരു വലിയ പരിപാടി ചെയ്തെന്നല്ല, ഇത് കാണുമ്പോൾ കഥാപാത്രങ്ങളുടെ പുറകിലുള്ള കാര്യങ്ങളും എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയാക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പൊ ആ കൂട്ടത്തിൽ കോസ്റ്റ്യൂംസും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്തു. എല്ലാം കാണുമ്പോൾ നല്ല രസം ഉണ്ടാകണം. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ്. കുട്ടികൾ കാണുക, അല്ലെങ്കിൽ കുടുംബമായിട്ട് വന്ന് കാണുക, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുക, എല്ലാവർക്കും കുറച്ച് എന്താ ഒരു ഫൺ റൈഡ് എന്നൊക്കെ പറയുന്ന അതിനോട് നീതി കാണിക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. ഏത് പോയിന്റിൽ ഇപ്പൊ ചവിട്ട് എന്ന് പറയുന്ന റഹ്മാൻ ബ്രദേഴ്സിന്റെ ഒരു മൂവിയാണ്. അപ്പം അത് കമ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഷറഫ് തയ്യാറാവുന്നതും പെറ്റ് ഡിറ്റക്ടീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് രണ്ട് പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അത് ഒരു നല്ല സിനിമ വരണം എന്നുള്ളതാണ്. ചെറിയ ഇമോഷണൽ ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രമായിട്ട് പറയുകയാണെങ്കിൽ ചവിട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. ചവിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം കോവിഡാണ്, എല്ലാവരും ഭയങ്കര ഡ്രൈ ആണ്. ആസ് എൻ ആർട്ടിസ്റ്റും നമുക്ക് അങ്ങനെ വർക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഷിനോസും സജാസും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സാണ്. ഒരു വിധത്തിലുള്ള എന്താ പറയാ ധാരാളിത്തോ അല്ലെങ്കിൽ ആർക്കും ഉണ്ടെന്നല്ല, അവർക്ക് ലാവിഷായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും വേണ്ട. അവർക്ക് മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ അവർ നല്ല സിനിമ എടുക്കും. ഒരു വാസന്തിക്ക് എടുത്തിരിക്കുന്ന അങ്ങനെയാണ് അവർ സിനിമകൾ. അപ്പൊ അവരങ്ങനെ ഉള്ളവരാണ്. അപ്പൊ അവർ നല്ല സിനിമ ട്രൈ ചെയ്യുന്നവരാണ്. അപ്പൊ പക്ഷെ ഒരു ദിവസം ഇതുപോലെ വൈകുന്നേരം അവിടെ പുര എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിൽ ഇരിക്കുമ്പോഴാണ് ഷിനോസ് 2 വർഷമായി ഒരു സിനിമ, ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണമല്ലോ ഷറഫ്, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്കൊരു സിനിമ അത് വേറൊരു രീതിയിലല്ല. അപ്പൊ എന്ത് ചെയ്യാം, അന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്ന പറയുന്ന ആ ഒരു രീതിയിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ അടുത്തൊരു പരിപാടി ഉണ്ട്, അത് പിടിക്കാവോ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറയും. അപ്പോ ശരി, അവരൊരു കഥ പറയുന്നു.
അപ്പൊ ഞാൻ പറയുന്നു ഗോവയുടെയൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇത്ര പൈസയൊക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ പ്ലാൻ ആക്കാൻ പറ്റില്ല, അപ്പൊ ഇത് ഞാൻ തരാം, ഇത് വെച്ച് നിങ്ങൾ പടം ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ ഫിഗർ കൊടുക്കുവാണ്. അപ്പം അവര് അങ്ങനെ, ഞാൻ വേറെ ഷൂട്ടിന് എന്തോ പോയി, അപ്പൊ ഇവര് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അവരും പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഷിനു വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്ത് വന്ന പരിപാടി നടക്കില്ല, അതൊരു കടൽ തീരവും അതിനോട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ്, ഒരു കടല് അത്ര സുഖകരമായിട്ടല്ല നിൽക്കുന്നത്, അപ്പൊ നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഞങ്ങൾ വേറൊരു വഴിക്ക് സഞ്ചരിക്കുകയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഈ ക്രൂ, മുകേഷ്, ക്യാമറ, ഡയറക്ടർ എല്ലാം കൂടി ഒരു മിക്കവാറും ബൈക്കിലായിരിക്കും ഒരു പിന്നെ ഇവിടെ പോയിട്ട് ഒരു ഇതുപോലെ തന്നെ 6-7 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്ന്, ഞങ്ങളിവിടെ ഒരു നാടക സംഘത്തിന്റെ ഇടയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ശരി, ഇവിടെ ഞങ്ങൾക്ക് ഒരു സംഭവം തോന്നുന്നുണ്ട്, ആ ശരി, ഞങ്ങൾ അതങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തു, പക്ഷെ മറ്റേ അറിയാലോ അല്ലേ എന്റെ കയ്യിൽ എന്തുണ്ടെന്ന്, അതറിയാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. പക്ഷെ ഇത്തിരി കാശ് കൂടി. അപ്പൊ ഞാൻ സിജുവിന്റെ അടുത്ത് നിന്നാണ് അത് മേടിച്ച് ഞാൻ സിനിമ തീർത്തത്. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെയാണ്, അത് സുഹൃത്തുക്കൾ അങ്ങനെ. ഈ സിനിമയും നമ്മൾ വേറൊരു പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പിന്നെ മാറി, പിന്നെ ഒരു കോ പ്രൊഡക്ഷൻ ഞാനും വേറൊരാളും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അതങ്ങനെ ഏകദേശം റെഡിയായി വന്നു. അത് ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കുന്നു. എല്ലാവരും ടീമൊക്കെ ജോയിൻ ചെയ്ത്, എല്ലാ ടീമൊക്കെ ജോയിൻ ചെയ്ത്, ഇവനൊക്കെ 1.5 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാണ്. അപ്പൊ ഞാൻ സിനിമയിൽ സീനിയർ ആയിട്ടുള്ള കുറച്ച് പേരുടെ അടുത്ത് ആദ്യമായിട്ടൊരു വെഞ്ചറിൽ നിൽക്കുകയുള്ളൂ. പോയി അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കോ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹം പടത്തിൽ നിന്ന് മാറി. അങ്ങനെ പെട്ടെന്ന് വീണ്ടും പടം ടീം, അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും ഞാനും ചത്തു, എല്ലാവരും ചത്തു. അപ്പോ ഈ പറഞ്ഞ പോലെ പിന്നെ ഒന്നും അറിയില്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ ADs ഒക്കെ പതുക്കെ മെസ്സേജ് ഒക്കെ അയച്ചു, വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെയുള്ള സീനില്. അപ്പൊ അങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ വന്നപ്പോ എന്തോ ഞാനപ്പോ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ, നിങ്ങളൊന്ന് ബാക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ അളിയും പ്രൊസീഡ് ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ സിനിമ തുടങ്ങുമ്പോൾ ഈ സിനിമ എവിടെ കൊണ്ട് ലാൻഡ് ചെയ്യണം എന്നുള്ള തോന്നൽ എനിക്ക് ഗോകുലം ഉണ്ടായിരുന്നു. ഈ സിനിമ എനിക്ക് കംപ്ലീറ്റ് ആവില്ല, അത് മനസ്സിലായി. നമ്മള് പടം തുടങ്ങും, അത് ഉറപ്പാണ്, ഇത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ, അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഗോകുലം മൂവീസ് ആയിരിക്കും ഈ സിനിമയിലേക്ക് വരേണ്ടത്. അവരെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അവര് സിനിമയിലേക്ക് ജോയിൻ ചെയ്യിച്ചത്. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു കഥ. ഈ പറഞ്ഞ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് വൈകിട്ട് ഫ്ലാറ്റ് മീൻസ് നമ്മളെ എടപ്പള്ളിയിൽ ഒരു സ്പേസ് ഉണ്ട് നമുക്ക്, 1.5 വർഷം ജയവിഷ്ണുവിടെ ഉണ്ടായിരുന്നു. അതിലേക്കാണ് പിടിച്ചത്. അപ്പൊ അതില് എന്നിട്ട് പറഞ്ഞു, എടാ ഞാനിത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ ബഡ്ജറ്റ് അറിയാമല്ലോ, മറ്റേ പ്രൊഡ്യൂസർ നമുക്ക് ഇട്ട് തന്ന ബഡ്ജറ്റ് തന്നെ നല്ല ബഡ്ജറ്റാണ്. അപ്പോൾ അല്ല നമുക്ക് ഇച്ചൂടെ ചെയ്യാം, പൈസ അത്രയും നമുക്കറിയാമല്ലോ, അത്രയും ബഡ്ജറ്റ് എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് തുടങ്ങാം, ബാക്കി നമുക്ക് ഞാനത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ആക്ച്വലി ഈവൻ ഞങ്ങൾ മധുരമനോര സമയം ചെയ്യുന്ന സമയത്താണല്ലോ അതിൻ്റെ ഒരു പിച്ചിങ് സ്റ്റേജിൽ നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പ്രൊഡ്യൂസർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, എടാ അത് ഇച്ചിരി കൂടുമെന്ന് ഞാൻ പറയുമ്പോഴും അത് നോക്കണം, ഞാനത് സെറ്റ് ചെയ്യാം, നിങ്ങൾ പരിപാടി തുടങ്ങിക്കും, പിള്ളേരെ വിടണ്ട, പരിപാടി തുടങ്ങിക്കും എന്ന് പറയുന്നത് ഒരു പെൻഷനായാലും ഞങ്ങളവിടെ ഉണ്ട്. നമുക്കതൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. പിന്നെ നമുക്കൊന്നും നോക്കാം, കാരണം ഹീറോ തന്നെ ഏറ്റെടുത്തു. പിന്നെ ഇനി നമുക്ക് എഴുതി പിടിപ്പിക്കുക എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ക്രിയേറ്റീവ് സ്പേസിൽ അതിലേക്ക് ഇരുന്ന് പിന്നെ ഒരു ഗ്രാജുവലി തുടങ്ങി. അങ്ങനെ ഇപ്പം ഗോകുലം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ ബാക്ക് ചെയ്യാൻ ഒരു വലിയ ബാനർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗോകുലം പോലെ ഒരാൾ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട്, താങ്ക്സ് ടു ഗോകുലം, ഗോകുലം സാർ, കൃഷ്ണമൂർത്തി ചേട്ടൻ, എല്ലാവർക്കും എൻ്റെ ടീം ഓഫ്. ഇപ്പം വിനോദോട് ചോദിക്കുന്നത്, ഇപ്പം ഓടുംകുതിര ചാടുകുതിര സിനിമയുണ്ട്, കനകങ്കാമിനി കലഹമുണ്ട്, അല്ലെങ്കിൽ പെരുമാനിയുണ്ട്. അപ്പം ഈ 3 സിനിമകളെയും പറ്റിയിട്ട് ഇപ്പൊ ഇതിന്റെ OTT റിലീസിന് ശേഷമാണ് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം. പക്ഷെ ഓൾറെഡി ഉണ്ട്. അപ്പം ആ സിനിമ ആ ടൈമിലും അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള പടമായിരുന്നു, റിപ്പീറ്റ് വാച്ച് ഒക്കെ ചെയ്യാൻ പറ്റിയ മൂവിയായിരുന്നു. പക്ഷെ അതേപോലെ അതിനെ വർക്കൗട്ടാണ്. അപ്പൊ ചില സമയത്ത് തോന്നാറുണ്ട് ഈ അതിന്റെ കോമഡി ഈ സാധനങ്ങൾക്കൊക്കെ ഒരു റിതമിക് സംഭവം ഉണ്ട്. അത് ഈ പറഞ്ഞ എല്ലാ പടങ്ങളിലും ഉണ്ട്. അല്ലെങ്കിൽ ഡാർക്ക്, ഇപ്പൊ ED അതേപോലെ ഭയങ്കരമായിട്ട് ഒരു ഗ്രൂപ്പിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പടവും എന്നാൽ ചിലർക്ക് അത് വർക്കാവാത്ത പടമാണ്. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ അത് നിങ്ങൾ ആക്ടേഴ്സിന് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനൊക്കെ പറയാം,
ഈ ഡാർക്ക് കോമഡി വരുന്ന അല്ലെങ്കിൽ കോമഡീനെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന സിനിമകള് അതിൽ കുറെ എണ്ണത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾ എന്നുള്ളതൊക്കെ അത് കുറെ കൂടെ വർക്ക് ആവേണ്ട രീതിയിലേക്ക് ഇപ്പൊ പലതരത്തിലുള്ള സിനിമകൾ മലയാളികളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഓക്കെ, പക്ഷെ ഈ കോമഡീനെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന സിനിമകൾ വരുന്ന സമയത്ത് മാത്രം എന്തോ ഓഡിയൻസ് അങ്ങോട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ അതിനൊരു എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണോ വർക്ക് ആവുന്നതാണോ തോന്നുന്നത്? എനിക്ക് ഇപ്പൊ ഓരോ വ്യക്തികൾക്കുള്ള നിയോഗം എന്ന് പറയുന്ന പരിപാടി ഒരു അതേപോലെ സിനിമക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഒരുപാട് ഓടുന്ന സിനിമകൾ നല്ല സിനിമകളാണോ എന്ന് നിർബന്ധമില്ല. ഇല്ലില്ല. അതാണ് ഞാൻ കാണുന്ന ഒരു പരിപാടി. ഈ പറയുന്ന പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ മധുര മനോഹര മോഹൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ശരിക്കും ആ സിനിമ ഓടിയ പടമാണ്. ഇപ്പോ പക്ഷെ ഞാൻ പറഞ്ഞ ആ സിനിമ ഓടാനുള്ള പ്രധാന കാരണം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു കറക്റ്റ് റിലീസ് ഡേറ്റിൽ ഇറങ്ങുകയും അതിന് ഒരുപാട് നാളുകൾ അതിന് വലിയൊരു പടം വന്നിട്ട് അതിന് വട്ടം നിൽക്കാതിരിക്കുകയും അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കിട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് സെക്കൻഡ് വീക്ക് തേർഡ് വീക്കിൽ വേറെ പടം വന്നില്ല. വലിയ പടങ്ങൾ വന്ന ഒബ്വിയസ്ലി ഫാമിലി ഓഡിയൻസിലേക്ക് എത്താൻ ഒരു സമയം എടുത്തല്ലോ. അത് നമുക്ക് കിട്ടി. ഭയങ്കര മറ്റേ ഈ പെരുമാനി പോലെയുള്ള സിനിമ ഇപ്പൊ ആളുകൾ ഭയങ്കര പ്രകീർത്തിക്കലാണ്. എനിക്ക് ഡെയിലി മെസ്സേജസ് ആണ്. വൻ പരിപാടിയാണ് ഇപ്പോ. പക്ഷെ തിയേറ്ററിൽ ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു സിനിമ വന്നത് ആളുകൾ അറിഞ്ഞിട്ടില്ല. ആ സിനിമ കണ്ടുന്ന ആളുകൾ പറയുമ്പോൾ എനിക്കും അങ്ങനെ വളരെ പ്രിയപ്പെട്ട ചില സിനിമകൾ, ഇപ്പൊ സംശയത്തിന്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമ കണ്ടുന്ന ഒരാൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോ നമ്മളെ ഒരു സിനിമയുടെ ഒരു പല ഘട്ടങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പൊ നേരത്തെ ജയകൃഷ്ണൻ പറഞ്ഞ, അല്ലെങ്കിൽ ഇയാൾ ആസ് എ പ്രൊഡ്യൂസർ ഇയാളുടെ ഇന്റലിജൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കറക്റ്റ് ആയിട്ടുള്ള ക്യാൻവാസ് സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടുള്ള ഒരു യുദ്ധമാണ്. നല്ലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആര് മാർക്കറ്റ് ചെയ്യുന്നു, പല ഘടകങ്ങളുണ്ട്. ഒരു പുതിയൊരു പ്രൊഡ്യൂസർ വന്നു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന സിനിമകൾക്ക് ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആളുകൾ ഇടിച്ചു കയറണമെന്നില്ല. നല്ല സിനിമകളാണെങ്കിൽ കൂടി അതിന് കുറച്ച് റണ്ണിങ് ടൈം ഉണ്ട്. വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ തിയേറ്ററുകാർ പെട്ടെന്ന് എടുത്ത് മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം തിയേറ്ററുകാർക്ക് വീണ്ടും പടം കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ബാനറാണ്. ഗൂഗിളും പോലത്തെ ഒരു ബാനർ വരുമ്പോൾ നമ്മൾ സേഫ് ആണ്. അപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ തിയേറ്ററിലേക്ക് പെഡിക്റ്റേറ്റീവ് കൊണ്ട് വെച്ചിട്ട് ബാക്കി പിന്നെ സിനിമ സംസാരിക്കാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തു. ഇത്തരം പല ഘടകങ്ങള് ഡിപ്പെൻഡന്റ് ആണ് ഒരു സിനിമയെ സംബന്ധിച്ച്. ഹ്യൂമറിനെ വെച്ച് നോക്കിക്കഴിയുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ എന്താണെന്ന് അറിയാം, ആസ് ആൻ ആക്ടേഴ്സ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഡെയിലി ചപ്പാത്തിയും പരിപ്പും ബോറടിയാണ്, ഡെയിലി മീൻകറിയും ചോറും ബോറടിയാണ്. നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ സ്ഥിരം ഒരു ഫോർമാറ്റ് സാധനത്തിൽ നമുക്ക് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. നമ്മളാരും അങ്ങനെ ഭയങ്കര ടാലന്റ് ഉള്ള ആളുകളാണെന്ന് തോന്നുന്നില്ല. നല്ലൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് നല്ലൊരു ഫിലിം മേക്കർ വന്നിട്ട് അതിൽ നല്ലൊരു വേഷം കിട്ടുന്ന സ്പേസിൽ നല്ല നടന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മാത്രമേ എന്നെയൊക്കെ പോലെയുള്ള സാധാരണ ആളുകൾ നന്നായിട്ട് അഭിനയിക്കുന്നുള്ളൂ. പിന്നെ സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആളുകൾ നമ്മളെ കാണുന്നു എന്നുള്ളത് കൊണ്ടിട്ട് അതിന്റെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുകയാണ്. പക്ഷെ അതിന്റെ പിറകിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരു പറ്റം ആളുകളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വർഗമാണ് ആക്ടേഴ്സ്. ഇത് നമ്മളെ ഫേസ് ആയത് കൊണ്ടിട്ട് നമുക്ക് ലക്ഷറി കിട്ടുകയാണ്. ഞങ്ങളുടെ അത്രയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേറൊരു ആർട്ട് ഫോം ഇല്ലല്ലോ. ഒരു ഗായകനൊറ്റയ്ക്ക് പാട്ട് പാടും അല്ലെ, ഒരു ആർട്ടിസ്റ്റ് പെയിന്റ് ചെയ്യും, ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് അയാൾ ആ ഇൻസ്ട്രുമെന്റ് വായിക്കും. ഞങ്ങൾ ഇത്രയും ആളുകൾ ഡിപ്പെൻഡന്റ് ആണ്. നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ക്വാക്ടർ അല്ലെങ്കിൽ തീർന്ന പരിപാടി. ഇപ്പം ഡയറക്ടറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ രണ്ട് ആക്ടേഴ്സ്, പിന്നെ സിനിമയിനകത്ത് വരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് മുതല് അവിടെ നിന്ന് തുടങ്ങി കയറി ഇപ്പൊ ശ്യാമിനെ പോലത്തെ ആക്ടർ ഉണ്ട്, ശ്യാം മോഹൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജനറേഷൻ ആക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുകളിൽ കുറച്ച് വിനായകൻ ചേട്ടനെ പോലെ ആളുകളുണ്ട്. അതിന്റെ മുകളിൽ രഞ്ജി പണിക്കർ സാറ്, പിന്നെ കുട്ടേട്ടൻ, അങ്ങനെ ഒരുപാട് ലൈക്കബിലിറ്റി ഉള്ള ഒരുപാട് ആക്ടേഴ്സ് സിനിമയിലുണ്ട്. ആ ധാരാളിത്തവും പ്രൊഡ്യൂസർ കാണിച്ചിട്ടുണ്ട്. തമിഴിന്നുണ്ട്, ആക്ടറുണ്ട്, മറാഠിന്ന് ആക്ടർ. ഒരാളെ കണ്ട് ബോറടിച്ച് മരിക്കേണ്ട കാര്യം
ഓക്കെ എന്റേതല്ല എന്റെ ഫുൾ ഫിഗർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയധികം ആക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു ഫസ്റ്റ് മൂവി ചെയ്യാണല്ലോ. ഇപ്പൊ പല സിനിമകളിലും വളരെ കുറച്ച് ആക്ടേഴ്സ് ഉള്ള സീനുകളൊക്കെ ആണല്ലോ. ഇപ്പൊ 1-2 ആക്ടേഴ്സ് അവരുടെ ഒരു ആക്ടിവിറ്റി കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, കുറേ ആക്ഷൻ സീൻസ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ പെറ്റ്സും ഇതൊക്കെ വരുന്നുണ്ട്. ഈ ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇങ്ങനത്തെ സാധനം ചെയ്യുമ്പോൾ ഒരു പ്രനീഷ് കാണുന്ന സമയത്ത് എല്ലാത്തിനെയും ഭയങ്കര രസമായിട്ട് എടുക്കുന്ന ആളാന്ന് തോന്നി. ഞാൻ FB ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ രസമുള്ള കുറെ കമന്റുകളാണ് ഫോട്ടോസിനൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു ലൈക്ക് അങ്ങനെ ഒരു ഉഷാറായിട്ട് എടുക്കുമായിരുന്നോ അതോ ഇതിന്റെ ചാലഞ്ചിങ് ഫേസ് ആയിരുന്നോ? ഇല്ല, ആക്ച്വലി നമുക്ക് ഷറഫിന്റെ മൂവി എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്. ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരുടെ സൈഡിൽ നിന്നാണെങ്കിലും അവര് വന്നത് ആ ഒരു മൂഡിലാണ്. ഷറഫ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നുള്ള കാര്യത്തിൽ. അതെ, അപ്പോൾ ഷറഫിന്റെ പ്രൊഡക്ഷനിൽ വന്ന് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അത് എന്താ പറയാ, ഷറഫ് ഇത്ര നാൾ ഇൻഡസ്ട്രിയിൽ കൊടുത്ത ഒരു പോസിറ്റീവ് സാധനമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അത് എനിക്ക് ഭയങ്കര ഗുണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ വിനീയുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് ഇപ്പൊ രഞ്ജി പണിക്കർ സാറിന്റെ അടുത്താണെങ്കിലും എല്ലാവർക്കും ഈ സാധനമാണ് ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ മൂവി. അപ്പൊ ഷറഫായിട്ടുള്ള ആ ഒരു ആംപ്മെന്റാണ് എനിക്ക് കിട്ടുന്നത്, അല്ലാണ്ട് എന്നെ ഒരു പുതിയ ഡയറക്ടറായിട്ട് കാണുന്ന എല്ലാവരും. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആരുടെ അടുത്ത് വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാം. വളരെ ഈസി ആയിരുന്നു ആക്ച്വലി. പിന്നെ ആള് ബേസിക്കലി ഭയങ്കര കൂളാണ്. നമ്മളെല്ലാം ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തോന്നിയോ? ഞാൻ ഇവിടെ വെച്ചിട്ടാ കാണുന്നത്. പക്ഷെ ഭയങ്കര കൂളാവരാൻ പറ്റില്ല കേട്ടോ. കൂളാണ്, ഒരു രീതിയിലുള്ള യാതൊരു ടെൻഷൻ ഈഗോ അങ്ങനെ ഒന്നുമില്ല. ഒരാളായിട്ടും ഈ പറയുന്ന പോലെ ഞാൻ തർക്കമൊന്നും ഇയാളെ ഒരു സ്ഥലത്ത് പോലും ഇയാൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇയാളിലുണ്ട്. റൈറ്റർ ഭയങ്കര എന്താണ് റൈറ്റർ ഇങ്ങനെ നമ്മള് സെറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് പരിപാടിയാണ് നടക്കണേ. നമ്മള് തർക്കിച്ചിട്ടോ നമ്മൾ അവിടെ ഒരു ഈഗോ ഉണ്ടായിട്ടോ കാര്യമില്ല. കാരണം അതിന്റെ ക്രിയേറ്റിവിറ്റി കിട്ടേണ്ടത് മൊത്തം അവിടെ നിന്നാ. ആ സമയം നമ്മൾ വെറുതെ തർക്കിച്ച് കളഞ്ഞിട്ട് മറ്റേ തർക്കിക്കുകയാണെങ്കിൽ റൂമിൽ പോയി സുഖമായിട്ട് തർക്കിക്കാൻ. ഭയങ്കര ഫിലിം മേക്കിംഗ് ഭയങ്കര കൊളാബറേറ്റീവ് വർക്കാണ്. പ്രത്യേകിച്ച് പ്രനീഷിന്റെയും ഷറഫ്, ജയവിഷ്ണു, ആനന്ദ് ഈ ഗ്രൂപ്പ് ചെയ്യുന്നത് ഭയങ്കര കൊളാബറേറ്റീവ്. ഒരു സീൻ എടുത്തിട്ട് മറ്റു പല സിനിമകളിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഴുതിയൊരു ലൈൻ എഴുതേണ്ട ലൈൻ പറയുന്നു, അതിന്റെ റീടേക്കുകൾ അതല്ല. ഇതിപ്പോ നമുക്ക് തോന്നുകയാണ് ഓക്കെ നമുക്ക് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് പ്രനീഷോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, അപ്പൊ ഇയാള് വേറെന്തെങ്കിലും പറയും, ഇയാൾ ഇല്ലാത്ത സീനിൽ ഇയാൾ അവിടെ ഉണ്ടാവും ഇത് പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഡബ് ചെയ്യുമ്പോ ഇയാളുണ്ടാവും. ഞാൻ ആകെ 10 ദിവസം അഭിനയിച്ചിട്ടുള്ളൂ, 15 ദിവസം ഡബ് ചെയ്തു. ഞാൻ പോയിട്ട് ഡബിങ്ങിന് പെരുടെ പൈസ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കുറെ പൈസ ഇട്ടിരുന്നു. ആ ഒരു തരത്തില് ഭയങ്കര കൊളാബറേറ്റീവ് വർക്കാണ്. ഇത്ര കൊളാബറേറ്റീവ് ആയിട്ടൊരു സിനിമയെന്ന സ്പേസിൽ ഈഗോന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ സിനിമയുടെ നമ്മളാകെ എല്ലാരും ഞാൻ പറഞ്ഞില്ല 550 ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അത്രയും സ്പേസ് ഉള്ളൂ. അപ്പൊ ഞാനിടക്ക് ഇയാളെ വിളിക്കും ജയവിഷ്ണുവിനെ, അവന് എന്തെങ്കിലും പരിപാടി ഡയലോഗ് ഉണ്ടെങ്കിൽ വിളിച്ചു ഞാൻ വരാം. എനിക്കും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ഞാൻ പറയുന്നത് ഓക്കെ. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം വിനായകൻ ചേട്ടൻ പറഞ്ഞേ, ഞാൻ അവരോട് പറഞ്ഞു സീൻ കൂടുതൽ എഴുതാൻ, അവൻ എഴുതുന്നില്ല. ആ ഒരു വിനായകൻ ചേട്ടൻ ഞാൻ പറഞ്ഞതേ ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ എല്ലാ ആളുകളും ഒരു മെജോറിറ്റി ആളുകൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിനിമയുടെ ഔട്ട് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. സിനിമയുടെ ഔട്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ പ്രോസസ് ഉണ്ടല്ലോ, ജയവിഷ്ണു 1.5 വർഷമാണ് ഇയാളുടെ ചെലവിൽ താമസം. ഈ സിനിമ ഫിലിം മേക്കിംഗ് പ്രോസസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ 10-15 ഇപ്പൊ ഞാൻ ഈ സിനിമയിൽ അത്ര ദിവസമേ ഉള്ളൂ, പക്ഷെ 15 ദിവസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ആ ഒരു ഫുൾ ഡേ നമ്മൾ ഒരുമിച്ചാണ്. അത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവുക, അത് ക്രിയേറ്റീവ് ആവുക, അത് പീസ്ഫുൾ ആവുക, അത് എല്ലാവർക്കും എൻജോയ്മെന്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇവരെല്ലാവരും ഭയങ്കര പ്രിസൈസ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, എല്ലാവർക്കും എല്ലാം അവൈലബിൾ ആവുക, എല്ലാവർക്കും കംഫർട്ടബിൾ ആവുക. അപ്പൊ അതിന്റെ ഒരു കൺവേർഷൻ ഈ സിനിമയിൽ നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുന്ന ആളുകൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഫണ്ടും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത സൂപ്പർ സ്റ്റാർ. അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചീഫ് അസോസിയേറ്റ് ആ പുള്ളിയാണ് നമ്മുടെ കൂടുതൽ സീനിയർ, ഞങ്ങളുടെ കർണവരാണ്. ഇപ്പൊ രാജേഷ് കർണവരാണ്. ഇവർക്കെല്ലാം പണ്ടോട്ട് അറിയാവുന്ന ആള്. ഹാപ്പി വെഡിങ് തൊട്ട് ഫ്രണ്ട്സ് ഹാപ്പി വെഡിങ്ങിന്റെ റൈറ്ററാണ്. ആ സമയത്തോട്ട് ഇവർക്ക് പരിചയമുള്ള ആള്. അപ്പൊ രാജേട്ടൻ ഉണ്ടായിരുന്നു കൺട്രോൾ ചെയ്യാൻ, ഞങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉൾപ്പെടെ രാജേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ടീമും പുള്ളി ഭയങ്കര പീസ്ഫുൾ ആണ്. ഇങ്ങനെ ഒരു ചീഫേ ഇല്ല. നമ്മുടെ എഡീസ് ആണ് ഇത് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ ഇവൻ എഡീസ് തന്നെ വരും. അവര് പറയുന്നതിനൊക്കെ
കറക്റ്റ് അവരൊന്ന് പറയാവുന്ന ഒരു സ്പേസും ഉണ്ട്, അവരൊന്ന് സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്യും. അവർ ചിലപ്പോൾ അങ്ങനത്തെ സ്പേസിൽ ഈ തന്നെ സാധാരണ പറയാ സിനിമയുടെ സ്പേസിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരാന്ന് ഏറ്റവും പണിയെടുക്കുന്നുണ്ട്, അവര് നല്ല പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും അങ്ങനെ പറയാൻ ADs ഭയങ്കര വിഷമം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്രയും വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അത്രയും പേരെ മാനേജ് ചെയ്യുന്ന ജോലിക്കിടയിൽ വേണം അവർക്കും വന്ന് നമ്മുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ പഠനം ഭാഗമായിട്ട് ചെയ്യാൻ. ഒരു ഫാമിലി പരിപാടിയായിരുന്നു. ഇപ്പൊ എന്നെ ഒരുത്തൻ അടിയിൽ നിന്ന് കൊണ്ടുവന്നു മുകളിലേക്ക്. അപ്പൊ ഞാൻ അവനോട് വെറുതെ ചോദിച്ചു, ഞാൻ മോനെ എത്ര നാളായി നീ സിനിമയിൽ എന്ന് വെച്ചാൽ 3 വർഷമായിട്ടാണ്. അപ്പൊ 3 വർഷം സിനിമയുടെ കൂടെ അവരെ ഇപ്പൊ നമ്മൾ നിന്നൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനും ഷർഫൊക്കെ ഇടയ്ക്ക് വേറെ പടങ്ങൾ വേറൊരു പടം പോയി ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രനീഷ് ചേട്ടനും ഈ ഡയറക്ഷൻ ടീമും ഒക്കെ ഒരു 3 വർഷമായിട്ട് ഇതിലിരിക്കുകയാണ്. അത് ഭയങ്കരമായിട്ടൊരു, കാരണം ഭയങ്കര എല്ലാവർക്കും പറ്റില്ല. അത് ചുമ്മാ നിൽക്കുമല്ലോ കേട്ടോ, അത് ഭയങ്കര ഇമോഷണലി കമ്മിറ്റഡ് ആയിട്ട് ഒരു ഡയറക്ടർ നിൽക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ 2-3 ADs നിൽപ്പുണ്ട്. നിശ്ചൽ, ശ്രീഹരി, നീതു, ഇമാൻ, ഒത്തിരി പേരുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. ഇവര് മുഴുവൻ ട്രാവൽ ചെയ്തു പലപ്പോഴും നമ്മള് ഒരുപാട് മാറി മാറി വരില്ല. ഇവര് സിനിമയുടെ ക്യൂബ് അപ്ലോഡ് വരെ ഉണ്ടാവും. സ്ക്രാച്ച് മുതൽ ഇവര് സിനിമയുടെ ക്യൂബ് അപ്ലോഡ് വരെ ഇവര് തന്നെയാണ്. അതും നമുക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചിലപ്പോ ഇങ്ങനെ സാഹചര്യം ഉണ്ടോ ഷൂട്ടിംഗ് ഡേയ്സ് ഒരു 60 ദിവസം മാത്രം വരുന്നവരുണ്ട്, വേണ്ടി വേറെ ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ ഇവരാണ് ഇതിപ്പോ മറ്റേ ശ്രീഹരിയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലാസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ശ്രീഹരി ചേട്ടാ ഇതല്ല നേരത്തെ 3ാമത് പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ നിങ്ങൾ നമ്മൾ ഈ കണക്ഷനോട് തന്നെയാണ് അനുപമ പരമേശ്വരനും വരുന്നത് നിങ്ങളുടെ കാസ്റ്റിംഗ്? ഞങ്ങൾ ആക്ച്വലി ഇത് അനുപമ പരമേശ്വരനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ അവൾ ഇരുന്നപ്പോ പറഞ്ഞില്ല, ലൈക്ക് കുറച്ചൊരു അത്ലറ്റിക് നേച്ചർ, കുറച്ച് എപ്പോഴും പടത്തിന്റെ എല്ലാ സീൻസിനും ഒരു ആക്റ്റീവ് നേച്ചർ ഉണ്ട്. അപ്പൊ വെറുതെ ഇങ്ങനെ നിന്ന് സ്റ്റേജ്ഡ് ആയിട്ട് ഒരു ഡയലോഗ്സോ അങ്ങനെ സിറ്റുവേഷൻ ഇല്ല, ആക്റ്റീവ് ആയിട്ടാണ് എപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു ഹീറോയിൻ ആയിരിക്കണം അതപ്പോ എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അനുപമയിലേക്ക് എത്തി. ഡെഫിനറ്റ്ലി ഇത് 2020 പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് പ്ലാൻ ചെയ്യുമ്പോ ഞാൻ അങ്ങനെ എനിക്ക് ഹീറോയിൻസ് ആയിട്ട് അങ്ങനെ വേറെ ആരും അതിനു മുമ്പ് ഏതോ ഒരു സിനിമ അന്നു സിതാര മാത്രം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ഒരു സംശയം നമുക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹീറോയിനൊക്കെ ആയിട്ട് വിളിച്ചാൽ വരുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ തന്നെ വിളിക്കാം. അതാവുമ്പോ എങ്ങനെയെങ്കിലും പറയാലോ, മക്കളെ വന്നഭിനയിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരും. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷെ അനുപമ പിന്നെ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വലിയ ഹിറ്റുകൾ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങള് പടം ഈ പ്രൊഡക്ഷനും പരിപാടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളു. അപ്പൊ ഇടയ്ക്ക് ഞാൻ പ്രതീക്ഷ എടുത്തത് അനുപമ അവിടെ ഒരു 100-125 കോടി പടം അടിച്ച് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷ ഒന്ന് വിളിച്ചു എടുക്കുന്നുണ്ടോ. ആദ്യം പക്ഷേ ഫസ്റ്റ് നമ്മൾ പോയി പറഞ്ഞ പുള്ളിക്കാരി കമ്മിറ്റ് ആയിരുന്നു. അല്ല അപ്പൊ മുതൽ പുള്ളിക്കാരി കമ്മിറ്റ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ പോയി ഇടയ്ക്ക് നമ്മൾ തന്നെ എല്ലാവരും ഡൗൺ ആയി, പല സാഹചര്യങ്ങളും അപ്പോഴേക്കും പിന്നെ വളർന്ന് ഞാൻ അവിടെ ഇരിങ്ങാലക്കൂടെ കഥ പറയാൻ പോയിപ്പോ ആദ്യം ഞാനപ്പോ വീടിന്റെ പുറത്ത് കാറൊക്കെ ഇട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കാർ ഇട്ടത് ഇതാണ് വീട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറിപ്പോയി. രണ്ടാമത് പ്രൊഡക്ഷൻ ഒക്കെ ഓൺ ആയി കഴിഞ്ഞ് 2022-ലോ 2023-ലോ കണ്ട് കഥ പറയാൻ പോയിപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ആ വീട്ടിലേക്ക് കയറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെന്താ അത് ഞങ്ങള് മേടിച്ചു. ഷർഫുദ്ദീന്റെ ഒരു 2 കാര്യം കൂടി ഈ അടുത്ത് വളരെ വൈറലായിട്ടുള്ളത്. ഒന്നുണ്ടായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ പ്രസ് മീറ്റ് ആയിരുന്നു. അതെന്താ വെച്ചാല് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അപ്പൊ ആളതിനോട് റെസ്പോണ്ട് ചെയ്തത്, മോഹൻലാൽ അതിനോട് റെസ്പോണ്ട് ചെയ്തത് അതിനുശേഷം അവനെ കണ്ടിട്ടില്ല എന്നുള്ളത് അതിന് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആളത് പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ ലുക്കപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ആക്ടറാണല്ലോ, ആൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് കിട്ടുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിരുന്നത് ഷറഫുദ്ദീൻ പറഞ്ഞത്. കാരണം മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ നടന്മാരും മോഹൻലാലിനെ പറ്റിയും മമ്മൂട്ടിനെ പറ്റിയും സംസാരിക്കും. പക്ഷെ ആള് ഒരു ഹയസ്റ്റ് ഓണർ കിട്ടിയിരിക്കുന്ന സമയത്ത് എല്ലാരും കണ്ടോ ഷറഫുദ്ദീൻ എന്താ പറഞ്ഞത് കണ്ടോ. എന്തിനാണ് ആ സമയത്ത് അങ്ങനെ എന്റെ പേര് വെച്ചിട്ട് ഇതിന്റെയാണ് മറ്റേ ഇമ്രാൻ ഇതൊക്കെ വന്നപ്പോ ഞാൻ മറ്റേ ഏതോ ഇന്റർവ്യൂവിൽ ആവശ്യത്തിൽ അടിക്കും 500 കോടി ലാലേട്ടൻ അടിച്ചു, അവിടെ ഫുള്ള് ഒരു ബോളിവുഡ് ആൾക്കാരാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സംശയത്തിന്റെ ഇതിനാണ്. നമ്മുടെ മൊത്തത്തിലുള്ള സർക്കിളിന്റെ അകത്ത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറയൂലേ ഇവനൊക്കെ നല്ലതള്ള. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് വന്ന് ആവശ്യത്തിലിരിക്കുമ്പോ ലാലേട്ടനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പവറിലങ്ങ് അടിക്കുക. അത് പക്ഷെ വേറൊരു കണ്ടന്റായി മാറി. അതപ്പോ സെലിബ്രേറ്റ് ചെയ്തു.
ഷറഫുദ്ദീൻ 500 കോടിയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ ബോളിവുഡ് എന്ന് പറഞ്ഞ ആ കണ്ടന്റ് അന്ന് ഔട്ടായി. അത് കഴിഞ്ഞ് അത് വിട്ടായിരുന്നു. ഇതേ അടുത്തത് വീണ്ടും ബോംബായിട്ട് അല്ല നമ്മളിതിങ്ങനെ പറഞ്ഞു പോയെങ്കിലും മോഹൻലാൽ എപ്പോഴെങ്കിലും ആ കമന്റിന് മറുപടി പറയുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അതല്ലാതൊരു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ലാലേട്ടൻ അങ്ങനെ പേരെടുത്ത് പറയല്ല. അപ്പൊ ലാലേട്ടൻ ഭയങ്കര ക്യൂട്ട്, ഷെരീഫുദ്ദീൻ അങ്ങനെ അത് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര 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 സന്തോഷം തോന്നി എന്റെ പേരൊക്കെ എടുത്തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഈ സാധനം ഒരെണ്ണമുള്ളത്, വേറൊരു സാധനം വൈറലാവുള്ളത് ഈ ഓൺലൈൻ മീഡിയ ടീംസിനോട് ഷറഫുദ്ദീൻ പറയുന്ന ഡയലോഗ് എന്താണ് ഭീഷണിപ്പെടുത്തുന്ന പോലെയാണല്ലോ അടുത്ത ഡയലോഗ് പറയുന്നത്. ആ സാധനങ്ങളുണ്ട്. അതന്നെ ഈ മീഡിയ എന്നുള്ളവർ തന്നെ പറയാ തഗ്ഗടിച്ച് ഷറഫുദ്ദീൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ആക്ച്വലി. പക്ഷെ അത് ഒരു രസമുണ്ട്, ഒരു മാസ് ഫീലും തോന്നും. എന്നാ ഒരു മറുപടിയിൽ അങ്ങനെ പ്രശ്നമായിട്ടും തോന്നില്ലേ. പക്ഷെ അങ്ങനെ ആ രീതിക്ക് ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്ന ആൾക്കാരും കുറവാണ്. ഒന്നെങ്കിൽ ചിരിച്ചു വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയാ, അങ്ങനത്തെ ഒരു രീതിക്കാണ്. ഷറഫുദ്ദീൻ എങ്ങനെയാ അങ്ങനെ സ്പോട്ടിൽ പറയാൻ തോന്നുന്നത്? ഐ മീൻ ആ ഒരു ഇപ്പൊ നമ്മൾ ഓൺലൈൻ മീഡിയനെ നിങ്ങൾ ഫുൾ ടൈം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സമയത്ത് ഇവരുടെ വിഷ്വൽസ് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ എപ്പോഴെങ്കിലും മൈൻഡിൽ കിടക്കാറുണ്ടോ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? എനിക്ക് അവരെ വേദനിപ്പിക്കരുതെന്ന് തോന്നാറുണ്ട്. അവർക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഡയലോഗുകൾ അവര് പേഴ്സണലി വ്യക്തിപരമായിട്ട് അവർക്ക് കിട്ടരുത്. അത് ആ ഒരു ഇന്ററാക്ഷൻ, ഒരു ഫണ്ണി, അവർക്കൊരു കണ്ടന്റ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ അതാ ഒരു മൂഡിന് അങ്ങ് പോവാന്നുള്ള. ആരുടെയും വ്യക്തിപരമായിട്ട് അത് എനിക്കും ഉണ്ടാവരുത് അവർക്കും ഉണ്ടാവരുത് എന്നുണ്ട്. ആർക്കും വിഷമം ഉണ്ടാവാത്തൊരു സാഹചര്യം. അതാ ഒരു സമയത്ത് രസം. ഒരു കൂട്ടുകാരെ പോലെ അല്ല ഇപ്പൊ ഇവരൊക്കെ എല്ലാവരും കാണുമല്ലേ, എല്ലാ സ്ഥലത്തും കാണുമല്ലേ. അപ്പൊ കാണുമ്പോ തന്നെ ചിരിയും. ഇപ്പൊ ഞാൻ മിണ്ടാതെ പോകുന്ന ഒരു മൂഡിലേക്കാന്ന് വെച്ചോ, അങ്ങനെ വിടില്ല തന്നെ. ഷെഫൊക്കെ ലേസ് കെട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. അവരിങ്ങനെ ഇത് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പൊ അതിന് കൗണ്ടർ അടിച്ച് അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. പക്ഷെ എപ്പോഴും എനിക്ക് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ തോന്നും ഞാൻ വല്ലതും പറഞ്ഞ് കൂടി പോയിട്ടുണ്ടോ, മാനസികമായിട്ട് എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാം. അങ്ങനത്തെ കമന്റ് കണ്ടിട്ടുള്ളൂ. എന്താ പറയാ, മറ്റേ ഒരു തീയും പുകയിട്ടിട്ട് വരുന്ന കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവ്സ് ആണ് ഇനിയിപ്പം ഒക്ടോബർ 16-നാണ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ സിനിമേന്റെ പേര് കേട്ടപ്പോൾ മുതൽ ഭയങ്കര രസമുള്ളൊരു പടം കാണാനുള്ള മൂഡിൽ നമുക്കൊക്കെ ഫീൽ കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചതെന്ന് നിങ്ങളുടെ ടീം ഭയങ്കര ഇഷ്ടത്തിലെടുത്ത ഒരുമിച്ചൊരു എടുത്ത പടമാണെന്നുള്ള ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് തിയേറ്ററിലും കാണാൻ കഴിയട്ടെ. അപ്പോൾ നിങ്ങളുടെ എൻറ്റയർ ടീമിന് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സക്സസ്, പിന്നെ ആൾക്കാരുടെ കുറെ ഇഷ്ടം ഈ സിനിമയിലൂടെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റിപ്പോർട്ടർ.